അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു നമുക്കൊക്കെ നല്ലതിന് തൗഫീഖ് നൽകട്ടെ. നാളെ ശനിയാഴ്ചയാണല്ലോ ബലിപെരുന്നാൾ. പെരുന്നാൾ ദിവസത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരം തന്നെയാണ്. സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങൾക്കാണ്. ആ രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠത ബലിപെരുന്നാളിൻ്റെ പെരുന്നാൾ നിസ്കാരത്തിനാണ്, സുന്നത്ത് നിസ്കാരത്തിനാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ആ ഒരു സുന്നത്ത് നിസ്കാരം, പെരുന്നാൾ നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. പെരുന്നാൾ നിസ്കാരം വളരെ സിമ്പിളാണ്. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചത് മുതൽ, നാളെ പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. അതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അതാ ആയി തന്നെ നിസ്കരിക്കാം. ഇനി ആ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പിന്നീട് ഖളാ വീട്ടുകയും ചെയ്യാവുന്നതാണ്. ഉച്ചവരെ സമയമുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ്. നിലവിൽ ഇപ്പോൾ നാളത്തെ സൂര്യ ഉദയ സമയം എന്ന് പറയുന്നത് 6:03 ഇപ്പോൾ നേരത്തെ സൂര്യൻ ഉദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 6:03 സൂര്യൻ ഉദിക്കും. അപ്പോൾ ഒരു ഏകദേശം ഒരു 6:30 നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠത. 6:30 മുതൽ ഒരു 7 മണിയുടെ ഇടയിലൊക്കെ ആയിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത്. ഇനി ഉച്ചവരെ എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം. ഉച്ചവരെ പെരുന്നാൾ നിസ്കാരത്തിന് സമയമുണ്ട്. ഇനി അതുവരെ ഒരാൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഖളാ വീട്ടുകയും ചെയ്യാം. ഇനി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എന്താണ് അതിൻ്റെ നിയ്യത്ത് എന്ന് ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് നമ്മൾ സാധാ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാൽ മതി. അതാണ്, അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇനി പുരുഷന്മാരാണെങ്കിൽ പലപ്പോഴും പള്ളിയിൽ വെച്ചുകൊണ്ടായിരിക്കും നിസ്കരിക്കുക. പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ അതിന്റെ കാര്യമൊക്കെ പള്ളികളിൽ ഉസ്താദുമാർ സാധാരണ പറഞ്ഞു കൊടുക്കാറുണ്ട്, പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇനി സഹോദരിമാരൊക്കെ ആണെങ്കിൽ, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സഹോദരിമാരൊക്കെ ആണെങ്കിൽ കഴിവിന്റെ പരമാവധി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിലുള്ള എല്ലാ സഹോദരിമാരും ഒരുമിച്ച് കൂടി നിസ്കരിക്കുക, അല്ലെങ്കിൽ അയൽവാസികളൊക്കെ ഒരുമിച്ച് കൂടി നിസ്കരിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠത. ഇനി ജമാഅത്തായിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ല എങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാവുന്നതാണ്. അതിന്റെ നിയ്യത്ത് ഇങ്ങനെയാണ്: ഉസ്വല്ലി സുന്നത്ത ഈദിൽ അദ്ഹ റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. സ്വല്ലി സുന്നത്ത ഈദിൽ അദ്ഹ റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇമാമോട് കൂടെയാണെങ്കിൽ മഅൽ ഇമാമി എന്നുകൂടി ചേർത്ത് കൊടുക്കുക. ബലിപെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു. ഇമാമോട് കൂടെയാണെങ്കിൽ ഇമാമോട് കൂടെ എന്ന് കരുതിയാൽ മതി. അങ്ങനെ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കൈകെട്ടുന്നു. അതിനുശേഷം വജ്ജഹത്തു നമ്മൾ പാരായണം ചെയ്യുന്നു. വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്തറസ് സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ, അങ്ങനെ പാരായണം ചെയ്യുന്നു. അത് പാരായണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 7 തക്ബീറുകൾ ചൊല്ലുന്നു. അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ തന്നെ 7 തക്ബീറുകൾ ചൊല്ലുന്നു. ഈ സഹോദരിമാരാകുമ്പോൾ വീട്ടിൽ വെച്ച് അധികം ഉറക്കെയാക്കാൻ പാടില്ല. അവരുടെ ശബ്ദം അവർ മാത്രം കേൾക്കുന്ന രീതിയിൽ ഉറക്കെയാക്കാൻ പാടുള്ളൂ. അതല്ലാതെ വീടിന്റെ പുറത്തേക്കും അന്യ ആളുകളൊക്കെ കേൾക്കുന്ന രീതിയിൽ ഒരിക്കലും ശബ്ദം ഉയർത്താൻ പാടില്ല. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുന്നു. പുരുഷന്മാരൊക്കെ പള്ളിയിൽ വെച്ച് തക്ബീർ ചൊല്ലുമ്പോൾ ഉറക്കനെ തക്ബീർ ചൊല്ലലാണ് സുന്നത്ത്. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുന്നു 7 തവണ. ആ ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് ചൊല്ലുന്നു. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞാൽ അഊദും ബിസ്മിയൊക്കെ ഓതി ഫാത്തിഹ ഓതുന്നു. പിന്നെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതാം. സുന്നത്ത് സൂറത്തുൽ അഅല ഓതലാണ്. നമ്മൾ വെള്ളിയാഴ്ചകളിലൊക്കെ ഓതാറുള്ള സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ എന്ന് തുടങ്ങുന്ന സൂറത്ത്. അത് കഴിഞ്ഞാൽ റുകൂഉ സുജൂദ് ഇഅ്തിദാൽ ഒക്കെ സാധാ പോലെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് എണീക്കുന്നു. 2ാമത്തെ റക്അത്തിലേക്ക് എണീക്കുന്ന സമയത്ത് ഒരു തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ ചൊല്ലിയിട്ടാണല്ലോ എണീക്കുക. ആ തക്ബീറിന് പുറമെ, ആ തക്ബീർ കൂടാതെ 5 തക്ബീറുകൾ കൂടി ചൊല്ലുന്നു. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നു. ആ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു തസ്ബീഹ് ചൊല്ലുന്നു. അതിനുശേഷം ഫാത്തിഹ ഓതുന്നു. പിന്നെ സൂറത്തുൽ ഗാശിയ, ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്നുള്ള സൂറത്ത് ഓതലാണ് സുന്നത്ത്. വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ആ സൂറത്ത് അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർക്ക് ആ സൂറത്ത് അറിയില്ല എങ്കിൽ ഏതെങ്കിലും സൂറത്ത് ഓതിയാലും സൂറത്ത് ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. അത് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ റുക്കൂം സുജൂദൊക്കെ ചെയ്ത് സലാം വീട്ടുക. പള്ളിയിലാണെങ്കിൽ സലാം വീട്ടിയ ഉടനെ തന്നെ ഖത്തീബ് മിമ്പറിൽ കയറി ഖുത്ബ ഓതി 2 ഖുത്ബ കൂടി നിർവഹിക്കും. 2 ഖുത്ബ കൂടി സുന്നത്താണ്. അത് കഴിഞ്ഞ്
പള്ളിയിലൊക്കെ നിസ്കരിക്കുന്നവർ പോകാൻ പാടുള്ളൂ. ഇനി വീട്ടിൽ നിസ്കരിക്കുന്ന സഹോദരിമാർക്ക് ഖുത്ബ ഓതൽ പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല. ഇനി അവിടെ ആരെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഒരു ആൺകുട്ടി ഇമാം നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഖുത്ബ ഓതുകയും ചെയ്യാം. ഖുത്ബ ഓതൽ നിർബന്ധമൊന്നുമില്ല, സുന്നത്തേ ഉള്ളൂ. പെരുന്നാൾ നിസ്കാരമേ സുന്നത്തുള്ളൂ. പക്ഷേ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ഒഴിവാക്കരുത് എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സഹോദരിമാർക്ക് വീട്ടിലൊക്കെ ധാരാളം പണികളും മറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനിടയ്ക്കൊരു പലരും ദുഹാ നിസ്കരിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 2 റക്അത്ത് ഒരു പെരുന്നാൾ നിസ്കാരം സുന്നത്ത് അള്ളാഹുക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടെ നിസ്കരിച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കൂലി കിട്ടും. സാധാരണ പലപ്പോഴും സഹോദരിമാർ 7 തക്ബീറൊന്നും പലരും ചെയ്യില്ലാറില്ല എന്ന് തോന്നുന്നുണ്ട്. പലയിടത്തും അവർ സാധാരണ റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കലാണ്. അങ്ങനെ നിസ്കരിക്കണം എന്നില്ല. ഈ ഒരു 7 തക്ബീറും, ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറൊക്കെ ചൊല്ലി ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു ദിക്റും ചൊല്ലിയിട്ട് തന്നെ നിസ്കരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് അതിൻ്റെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപവും. ഇനി അതിനൊരാൾക്ക് അങ്ങനെ കഴിയില്ല അല്ലെങ്കിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ മാത്രം 2 റക്അത്ത് സാധാ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചാൽ മതി. അള്ളാഹു നമുക്കൊക്കെ നല്ലതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് സമാധാനം നൽകട്ടെ, രക്ഷ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.